അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹത്തുല്ലാബുൽ അഹിബ മർഹബം ബിക്കും ജമീഅൻ ഇലാ സൊഫിൻ ജദീദ്. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ മുവാസാത്തു തിഫില എന്ന പദ്യത്തിൻ്റെ ചില തദ്രീബാത്തുകൾ നാം വായിച്ചിരുന്നു. അതോടുകൂടെ യൂണിറ്റ് 2 അവസാനിച്ചു. ശരി, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് 3 യൂണിറ്റ് 3 പേര് സഖാഫത്തു കൈറല, കേരളീയ സംസ്കാരം. സഖാഫത്ത് അർത്ഥം സംസ്കാരം, കൈരള കേരളം. അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ കേരളീയ സംസ്കാരം എന്നാണ് ഇതിൻ്റെ മെയിൻ ഹെഡിങ്. ഇതിൽ നമുക്ക് 4 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. 1 ഹലാവത്തു സ്വദാഖ, 2 കൈരള, 3 ലുഗത്തുൻ ഹുൽവ, 4 അസ്സഈമുൽ അബ്ഖരി. നോക്കൂ, അടുത്ത പേജിൽ നമുക്കൊരു ചിത്രം കാണാം. അതിൻ്റെ താഴെ ഒരു ചോദ്യവുമുണ്ട്. ലിമ യഖ്തഫിൽ വലത്, അല്ലേ? ഒരു മരത്തിൻ്റെ ബാക്കിൽ ഒരു കുട്ടി ഒളിഞ്ഞിരുന്നു കൊണ്ട് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാണ്, ലിമ യഖ്തഫിൽ വലതു, ഈ കുട്ടി എന്തിനാണ് മറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് ഈ കുട്ടി ഒളിച്ചിരിക്കുന്നത്? ഹൽ താരിഫൂൻ, നിങ്ങൾക്കറിയുമോ എന്തിനാണ് ഈ കുട്ടി ഒളിച്ചിരിക്കുന്നത് എന്ന്? നാം, ഇല്ല, അറിയും അല്ലെങ്കിൽ അറിയുകയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും എന്തിനാണ് ഈ കുട്ടി മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലാവത്തു സ്വദാഖ, എന്താണ് അതിൻ്റെ അർത്ഥം? ഹലാവത്തു സ്വദാഖ, ഹലാവത്ത് എന്ന് പറഞ്ഞാൽ മാധുര്യം, മധുരം എന്നാണ്. സ്വദാഖ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം, ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. സ്വദീഖ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൂട്ടുകാരൻ എന്നാണ്. സ്വദാഖത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിനാണ് എന്ത് പറയുക? സ്വദാഖത്ത് എന്ന് പറയുക. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം. അപ്പോൾ ഹലാവത്തു സ്വദാഖ, സുഹൃത്ത് ബന്ധത്തിൻ്റെ മാധുര്യം എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. നോക്കൂ, ഹുന തഹത്ത ഹാദിഹി ഷജറത്തി ഇസ്തരിഹ് യാ ഹബീബി സഅർജിഉ ഫൗറൻ. ഹുന, ഇവിടെ, തഹത്ത ഹാദിഹി ഷജറത്തി, ഈ മരത്തിൻ്റെ ചുവട്ടിൽ, ഇസ്തരിഹ് യാ ഹബീബി, എൻ്റെ കൂട്ടുകാരാ നീ ഇരിക്കൂ. ഇസ്തരിഹ് ഇജ്ലിസ്, ഇരിക്കൂ. യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരാ, ഈ മരച്ചുവട്ടിൽ നീ ഇരിക്കൂ. സഅർജിഉ ഫൗറൻ, ഞാൻ വേഗം തിരിച്ചു വരാം. റജായർജിഉ അർജിഉ, ഞാൻ മടങ്ങി വരാം. ഫൗറൻ, പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ഇത് പറഞ്ഞുകൊണ്ട് അസ്റ അലവി ഓടി ഇല മത്അമി അബീഹി, എങ്ങോട്ട്? അവൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക്. മത്അം, ഹോട്ടൽ. അപ്പോൾ മുകളിൽ പറഞ്ഞ വാചകം ഹുന തഹത്ത ഹാദിഹി ഷജറത്തി ഇസ്തരി യാ ഹബീബി സഅർജിഉ ഫൗറൻ എന്ന വാചകം പറഞ്ഞത് അലവിയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അസ്റ അലവി ഇല മത്അമി അബീഹി, അലവി അവൻ്റെ ഉപ്പയുടെ ഹോട്ടലിലേക്ക് ഓടി. എന്നിട്ടോ തനാവലൽ വജ്ബത്ത മസ്റൂറൻ, അവൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. തനാവല മാന കഴിച്ചു, വജ്ബത്ത് ഫുഡ് ഭക്ഷണം, മസ്റൂർ സന്തുഷ്ടൻ സന്തോഷവാൻ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സന്തോഷത്തോടെ അവൻ ഭക്ഷണം കഴിച്ചു. ലാഹലഹു അബൂഹു, ഈ സമയത്ത് അവൻ്റെ ഉപ്പ അവനെ നിരീക്ഷിക്കുന്നു. ലാഹല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നാണ്, നിരീക്ഷിക്കുക. എന്താണ് അവൻ്റെ ഉപ്പയുടെ പേര്? മുഹിയുദ്ദീൻ. അപ്പോൾ ലാഹലഹു അബൂഹു മുഹിയുദ്ദീൻ, അവൻ്റെ ഉപ്പ മുഹിയുദ്ദീൻ അവനെ നിരീക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു. അപ്പോൾ എന്താണ് ഈ അലവി ചെയ്യുന്നത്? ഫൈദാഹു യൗകുലു ഖലീലൻ, അപ്പോൾ അവൻ അല്പം ഭക്ഷിക്കുന്നു. അവന് പിതാവ് കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് അവൻ കുറച്ച് കഴിക്കുന്നു. എന്നിട്ടോ വയുഖ്ഫി മൗസൻ, അതിൽ നിന്ന് ഒരു പഴം അവൻ മറച്ചു വെക്കുന്നു. അഖ്ഫ യുഖ്ഫി എന്ന് പറഞ്ഞാൽ മറച്ചു പിടിക്കുക. അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഒരു പഴം ഒക്കെ അവന് മറച്ചു വെക്കുന്നു. എന്നിട്ടോ വയഖ്റുജു മുത്തസല്ലിലൻ, അവിടെ മുത്തസല്ലിലിൻ്റെ അർത്ഥം തന്ത്രപരമായി രക്ഷപ്പെടുക എന്നാണ്, അല്ലേ? പതുക്കെ കഴിച്ചിലാകുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, അതാണ് മുത്തസല്ലിലിൻ്റെ അർത്ഥം, തന്ത്രപരമായി രക്ഷപ്പെടുക. അപ്പോൾ ഒരു പഴം മറച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? വയഖ്റുജു മുത്തസല്ലിലൻ, അവൻ തന്ത്രപരമായി പിതാവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പുറപ്പെടുന്നു. ക ആദത്തിഹി, അവൻ്റെ പതിവ് പോലെ. ആദത്ത്
പതിവ് എന്ന് പറഞ്ഞാൽ അവൻ എന്നും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ അന്നും ആ ദിവസവും അവൻ എന്ത് ചെയ്തു, കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു പഴം അതിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അവൻ പിതാവിൻ്റെ കാഴ്ചയിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടുന്നു. അങ്ങനെ നോക്കൂ, അടുത്ത പാരഗ്രാഫ്. മറത്തില്ലയ്യാം, ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കടന്നുപോയി. യൗമൻ, ഒരു ദിവസം. കാന അലവിയായിരുന്നു. യഊദു മഅ സുമലാഇഹി, അവൻ്റെ കൂട്ടുകാരോടൊപ്പം തിരിച്ചു വരികയായിരുന്നു. സുമലാ അസ്തിഖാ മുത്തറാദിഫാണ്. മിനൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന്. അപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അലവി തിരിച്ചു വരികയായിരുന്നു. വരുമ്പോഴോ വദഖലൽ മത്അമ, അവൻ ഹോട്ടലിൽ പ്രവേശിച്ചു. ലി തനാവുലിൽ വജബത്തൽ ഖഫീഫ, എന്തിന്, ലഘു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. തനാവുൽ മുകളിൽ നമ്മൾ പറഞ്ഞു കഴിക്കുക, വജബത്ത് എന്നും പറഞ്ഞു ഭക്ഷണം, ഖഫീഫ എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ ലഘുവായ. അതായത് വൈകുന്നേര സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന ചായയും സ്നാക്സ് പോലെയുള്ള ഭക്ഷണം, അതാണ് വജബത്തുൽ ഖഫീഫ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലഘു ഭക്ഷണം, ചെറിയ ഭക്ഷണം. ഇത് കഴിക്കാൻ വേണ്ടി അവൻ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് ജാ ഇലൈഹി വാലിദുഹു മുഹിയുദ്ദീൻ, അവൻ്റെ പിതാവ് മുഹിയുദ്ദീൻ അവൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് വസഅല, അദ്ദേഹം ചോദിച്ചു, മുതലാഹിറം ബിൽ ഗളബ്, ദേഷ്യം പ്രകടിപ്പിക്കുന്നവനായിട്ട്. തലാഹറ, ലാഹറ, മുതലാഹിർ, പ്രകടിപ്പിക്കുന്നവൻ. ബിൽ ഗളബി, ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പിതാവ് ചോദിച്ചു. വഫി യദിഹി ഓദുൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഓദുണ്ട്. ഓദിൻ്റെ അർത്ഥം കമ്പ്, മരക്കൊമ്പ് എന്നൊക്കെയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വടി എന്നാണ്. അപ്പോൾ ഒരു ഓദ്, ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു വടി എടുത്തുകൊണ്ട് പിതാവ് ദേഷ്യത്തോടെ ചോദിക്കുന്നു. എന്ത്, മൻ തുഅ്തിൽ മൗസ വതുത്ഇമുഹു കുല്ല യൗമിൻ എന്ന് ഉപ്പ ചോദിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മൻ തുഅ്തി അൽ മൗസ, നീ ആർക്കാണ് പഴം കൊടുക്കുന്നത്? മൻ, ആർക്കാണ്, തുഅ്തി നീ നൽകുന്നത്, അൽ മൗസ വാഴപ്പഴം, വതുത്ഇമുഹു നീ ഭക്ഷിപ്പിക്കുന്നു, കുല്ല യൗമിൻ എല്ലാ ദിവസവും. ഞാനിത് പല ദിവസമായിട്ട് കാണുന്നുണ്ട്, നീ ഇവിടുന്ന് പഴം ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്, എന്നിട്ട് നീ ആരെയാണ് തീറ്റിക്കുന്നത് എന്ന് പിതാവ് ദേഷ്യത്തോടെ ചോദിച്ചു. ആർക്കാണ് ഈ പഴം നീ കൊടുക്കുന്നത്? അപ്പോൾ ഫിഖ്റ, നോക്കൂ അടുത്ത പാരഗ്രാഫ്. വജമ അലവി, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അലവി വജമ, വജമൻ്റെ അർത്ഥം നിശബ്ദനായി എന്നാണ്, മൗനം പാലിച്ചു. വജമ നിശബ്ദനായി, മൗനം പാലിച്ചു. വലം യൽഫിലു ഷൈഅൻ, അവൻ ഒന്നും ഉച്ചരിച്ചില്ല. ലഫള യൽഫിലു എന്ന് പറഞ്ഞാൽ തകല്ലമ എന്നാണ് അർത്ഥം, സംസാരിക്കുക. വലം യൽഫിലു ഷൈഅൻ, അവൻ ഒന്നും സംസാരിച്ചില്ല, ഒന്നും മുണ്ടിയില്ല. അവൻ അവിടെ സൈലൻ്റായിട്ട് നിശബ്ദനായിട്ട് നിന്നു. അപ്പോഴോ ഫസ്തദ്ദ വളബുൽ വാലിദി, അപ്പോൾ പിതാവിൻ്റെ ദേഷ്യം ശക്തമായി. ഇസ്തദ്ദ ശക്തമായി, വളബ് ദേഷ്യം, വാലിദ് പിതാവ്. അപ്പോൾ പിതാവിൻ്റെ ദേഷ്യം ശക്തമായി. ഫബദഅ യദ്രിബുഹു വയദ്രിബു, പിതാവ് അവനെ ഒരുപാട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ചോദിച്ചൊന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരുന്നപ്പോൾ പിതാവിൻ്റെ ദേഷ്യം ശക്തമായി. അപ്പോഴോ ഫബദഅ, പിതാവ് തുടങ്ങി, യദ്രിബുഹു അവനെ അടിക്കുന്നു, വയദ്രിബു വീണ്ടും അടിക്കുന്നു. അപ്പോൾ ഒരുപാട് തുരുതുര അവനെ എന്ത് ചെയ്തു, പിതാവ് അടിച്ചു. ആ സമയത്ത് ഖാഫ ഓഫിന്ദൻ, നമ്മുടെ ഗോവിന്ദൻ, ഓഫിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ, നമ്മുടെ ഗോവിന്ദൻ പേടിച്ചു. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാൻ പറഞ്ഞ കൂട്ടുകാരനാണ് ഗോവിന്ദൻ, മനസ്സിലായോ? ആ ഗോവിന്ദൻ ഇത് അപ്പുറത്ത് നിന്നിങ്ങനെ മരത്തിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഒളിഞ്ഞ് കാണുകയാണ്. നമ്മളോട് ചോദിച്ചല്ലോ, ആരാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചല്ലോ, അത് ഈ ഗോവിന്ദനാണ്. ആ ഗോവിന്ദൻ ആകെ പേടിച്ചു. എങ്ങനത്തെ ഗോവിന്ദൻ? അൽ വലദുൽ ഫഖീറു, ഒരു പാവപ്പെട്ട കുട്ടി. അല്ലതി, എങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടി? യഷ്ബഉ ബിജൂദി സ്വദീഖിഹി അലവി, അവൻ്റെ കൂട്ടുകാരനായ അലവിയുടെ ദാനം കൊണ്ട്. ജൂദ് എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക. അവൻ്റെ ദാനം കൊണ്ട് യഷ്ബഉ എന്ന് പറഞ്ഞാൽ വിശപ്പടക്കുക എന്നാണ്. അപ്പോൾ തൻ്റെ കൂട്ടുകാരനായ അലവിയുടെ ദാനം കൊണ്ട് വിശപ്പടക്കുന്നതായ ഒരു പാവം കുട്ടി, അങ്ങനെയുള്ള കുട്ടിയായ ഗോവിന്ദൻ പേടിച്ചു. അവൻ ആകെ പേടിച്ചു പോയി. ഇൻ അബുദ അലവി, അങ്ങനെ ഈ കുട്ടി മനസ്സിലിങ്ങനെ ഇൻ അബുദ അലവി ഇസ്മഹു, ആ കുട്ടിയുടെ, അതായത് ഗോവിന്ദൻ്റെ പേരെങ്ങാനും അലവി വെളിവാക്കുകയാണെങ്കിൽ, അബുദ എന്ന് പറഞ്ഞാൽ
പ്രകടിപ്പിക്കുക, തുറന്നു പറയുക. അപ്പോൾ ഇൻ അബ്ദ അലവി വെളിവാക്കുകയാണെങ്കിൽ ഇസ്മഹു അവൻ്റെ പേര് സയക്കൂനു ദാലിക ലഹു ആറൻ അത് ആ കുട്ടിക്ക് എന്താവും? ഒരു ആറാവും. ആറിൻ്റെ അർത്ഥം അപമാനം. വഐബൻ അത് നാണക്കേടുമാവും. ഇവിടെ ആറ് ഐബ് എന്ന് പറഞ്ഞാൽ ബിമാനൻ വാഹിദിൻ സെയിം അർത്ഥത്തിൽ തന്നെയാണ്, ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. നമുക്ക് ആറ് അപമാനം എന്ന് പറയാം, ഐബ് എന്ന് പറഞ്ഞാൽ നാണക്കേട്. അപ്പോൾ ഈ കുട്ടിയുടെ പേരെങ്ങാനും ആർക്കാണോ നീ പഴം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദനാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്താവും? അത് ആറും ഐബുമായി തീരും, അവന് അപമാനവും അതുപോലെ നാണക്കേടുമായി തീരും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഗോവിന്ദൻ പേടിക്കുകയാണ്. ലാക്കിൻ പക്ഷേ സ്വബറ അലവി ക്ഷമിച്ചു. വസ്തൊബറ അവൻ ക്ഷമിപ്പിച്ചു അല്ലെങ്കിൽ സഹിച്ചു. എന്തിന്? ലിയഹഫിള സംരക്ഷിക്കാൻ ഇസ്സത്ത സ്വദീഖിഹി ഗോവിന്ദൻ തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദൻ്റെ അഭിമാനം. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം അല്ലേ? ഇത് പറയുകയാണെങ്കിൽ ആ കൂട്ടുകാരന് ആകെ ഷെയ്മായി പോകും, അവനൊരു നാണക്കേടായി പോകും. അതുകൊണ്ട് അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അലവി എന്ത് ചെയ്തു? അവൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. പിതാവിൻ്റെ അടി അവൻ വാങ്ങി, അവൻ പേര് പറഞ്ഞില്ല. ലാക്കിൻ നോക്കൂ, പക്ഷേ സ്വബറ അലവി ക്ഷമിച്ചു. വസ്തൊബറ എന്ന് പറഞ്ഞാൽ സഹിച്ചു എന്നാണ്, ക്ഷമിപ്പിച്ചു. ലിയഹ്ഫള അവൻ സൂക്ഷിക്കാൻ വേണ്ടി ഇസ്സത്ത സ്വദീഖിഹി ഗോവിന്ദൻ തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദൻ്റെ അഭിമാനം, അവൻ്റെ മാനം കാക്കാൻ അവൻ എന്ത് ചെയ്തു? അവൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഹൽ താരിഫു മൻഹുവ ഗോവിന്ദൻ ഈ ഗോവിന്ദൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അലവി സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നും ഭക്ഷണം കൊടുത്തിരുന്ന കൂട്ടുകാരനായ ഗോവിന്ദൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പാവപ്പെട്ട കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? ഇല്ല, അറിയുകയില്ല. എങ്കിൽ നോക്കൂ, അടുത്ത പേജിൽ നമുക്ക് ആ ഗോവിന്ദനെ പരിചയപ്പെടാം. നതഅറഫു നമുക്ക് പരിചയപ്പെടാം. ഇദശ്ശേരി ഗോവിന്ദൻ നായർ ولد في കുത്തിഫുറം في مقاطعة മലാബുറം സാലിസ് والعشرين കാനൂൻ الأول أي ഡിസംബർ ആം 1906 മീലാദിയ. നോക്കൂ, നതഅറഫു നമുക്ക് പരിചയപ്പെടാം ഈ ഗോവിന്ദനെ. ഈ ഗോവിന്ദൻ്റെ മുഴുവൻ പേരെന്താണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടാശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മലയാള സാഹിത്യത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാവപ്പെട്ട കുട്ടിയായ ദരിദ്രനായ കുട്ടി ആരായിരുന്നു? പിന്നീട് മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരായിരുന്നു. നോക്കൂ, വലിദ ഫി കുറ്റിപ്പുറം, കുത്തിഫുറം എന്ന് എഴുതിയത് കുറ്റിപ്പുറമാണ്, അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ജനിച്ചത് കുറ്റിപ്പുറത്താണ്. ഫി മുഖാത്വാഴത്തി മലപ്പുറം, ഇവിടെ മലപ്പുറം ജില്ലയിലെ മുഖാത്വാഴത്ത് ഡിസ്ട്രിക്ട് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഇദ്ദേഹം ജനിച്ചത്. എന്ന് 1906 ഡിസംബർ 23 കാനൂനുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഡിസംബർ എന്നാണ് അറബിയിൽ, അങ്ങനെയും പറയും. ഡിസംബർ എന്നതിന് കാനൂനുൽ അവ്വൽ. അപ്പോൾ 1906 ഡിസംബർ 23 മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് അദ്ദേഹം ജനിച്ചു. നാരിഫ് കുറ്റിപ്പുറം അല്ലേ? കുറ്റിപ്പുറം നമുക്ക് സുപരിചിതമാണ്, നമ്മുടെ അടുത്ത പ്രദേശമാണ് കുറ്റിപ്പുറം. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ജനിച്ചത്. നോക്കൂ, വാലിദുഹു പി കൃഷ്ണൻ കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ പിതാവ് പി കൃഷ്ണൻ കുറുപ്പ് എന്നാണ് പിതാവിൻ്റെ പേര്. വാലിദത്തുഹു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരോ കുഞ്ഞിക്കുട്ടി അമ്മ. കുഞ്ചിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കുട്ടി അമ്മ. അപ്പോൾ പിതാവ് പി കൃഷ്ണൻ കുറുപ്പും മാതാവ് കുഞ്ഞിക്കുട്ടി അമ്മയുമാണ്. ഇനി ബാദ ദിറാസത്തിഹി റസ്മിയ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പഠനത്തിന് ശേഷം, ദിറാസത്ത് പഠനം, റസ്മിയ എന്ന ഔദ്യോഗികം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പഠനത്തിന് ശേഷം ഇഷ്തഗല ഫി മക്തബി മുഹാമിൻ,
അദ്ദേഹം ഒരു വക്കീലിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തു. ഇഷ്തഗല ഷുഗല് വർക്ക് ചെയ്തു. ഫി മക്തബ് ഞാരിഫ് നമുക്കറിയാം ഓഫീസ്. മുഹാമി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് വക്കീൽ. അപ്പോൾ ഒരു വക്കീലിൻ്റെ ഓഫീസിൽ അദ്ദേഹം സേവനം ചെയ്തു, ജോലി ചെയ്തു. എപ്പോൾ? അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പഠനത്തിന് ശേഷം. ഇനി ഇത്തബ ത്വരീഖ മഹാത്മാഗാന്ധി, അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ വഴി പിന്തുടർന്നു, മഹാത്മാഗാന്ധിയുടെ വഴി സ്വീകരിച്ചു. വഷാറക ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദ്, അല്ലേ, അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. വഷാറക്ക അദ്ദേഹം പങ്കെടുത്തു. ഫി ഹറക്കത്ത് ഇസ്തിഖ്ലാൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സാഹമ ഫി നശ്രി ജരീദത്തി സ്വതന്ത്ര ഭാരതം, അദ്ദേഹം സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്ന പത്രത്തിൻ്റെ പ്രചരണത്തിൽ പങ്കുചേർന്നു. സാഹമ എന്ന് പറഞ്ഞാൽ പങ്കെടുത്തു. നശ്ർ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്ത് പ്രചരിപ്പിക്കുക. ഏത് പത്രം? ജരീദത്തി സ്വതന്ത്ര ഭാരതം. അപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഒരു പ്രസിദ്ധമായ പത്രമായിരുന്നു സ്വതന്ത്ര ഭാരതം. ഈ പത്രത്തിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഹസ്വല അല ജായിസത്തി മജ്മഅൽ അദബിൽ മർക്കസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹസ്വല അല അദ്ദേഹത്തിന് കിട്ടി ജായിസത്ത് സമ്മാനം. മജ്മഅൽ അദബിൽ മർക്കസി എന്ന് പറഞ്ഞാൽ മർക്കസ് എന്ന കേന്ദ്രം. അപ്പോൾ കേന്ദ്ര അദബ് സാഹിത്യം, മജ്മ എന്ന് പറഞ്ഞാൽ അക്കാദമി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രൈസ്, സമ്മാനം അല്ലെങ്കിൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി ഇഷ്തഹറ ബി ലഖബി ഷാഇറുൽ ഖുവ, അദ്ദേഹം ഷാഇറുൽ ഖുവ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനാണ്, അറിയപ്പെടുന്നവനാണ്. എന്താ ഷാഇറുൽ ഖുവൻ്റെ അർത്ഥം? ശക്തിയുടെ കവി എന്നാണ്. ശക്തിയുടെ കവി, ഷാഇർ കവി, ഖുവ ശക്തി. അപ്പോൾ ശക്തിയുടെ കവി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇനി തൂഫിയ ഫി സാദിസ അഷറ ഒക്ടോബർ സന 1974 മീലാദിയ, അദ്ദേഹം 1974 ഒക്ടോബർ 16 മരണപ്പെട്ടു. തൂഫിയ മരിച്ചു എന്ന് 1974 ഒക്ടോബർ 16 അദ്ദേഹം മരണപ്പെട്ടു. ഈ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ പറ്റി പറഞ്ഞ ഈ പ്രൊഫൈലിൽ, ഈ പാരഗ്രാഫിൽ നിന്ന് പരീക്ഷകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇദ്ദേഹം ജനിച്ച സ്ഥലം കുറ്റിപ്പുറം, അത് ഓർത്ത് വെക്കുക. ഇടശ്ശേരി ജനിച്ച സ്ഥലം കുറ്റിപ്പുറം. വർഷം അങ്ങനെ പരീക്ഷകൾക്ക് ചോദിക്കാറില്ല. അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ പേര് ഓർത്ത് വെക്കുക. പിന്നെ ഇദ്ദേഹം പ്രചാരണം നടത്തിയ ആ പത്രത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക. സ്വതന്ത്ര ഭാരതം അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ സ്വതന്ത്ര ഭാരതം അതിൻ്റെ നസ്ർ അല്ലേ, അതിൻ്റെ പ്രചാരണത്തിൽ പങ്കെടുത്തതാരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതുപോലെ ഇതിലൊരു പ്രധാനപ്പെട്ടതാണത് ഷാഇറുൽ ഖുവ, ശക്തിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്? അപ്പോഴൊക്കെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മൻഹുവ ഷാഇറുൽ ഖുവ, ഇങ്ങനെ ഒറ്റ വാക്കിലൊക്കെ ചോദിക്കും. ആരാണ് ഷാഇറുൽ ഖുവ? ശക്തിയുടെ കവി ആരാണ്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് ഒരുപാട് വൺ വേർഡ് ഉത്തരങ്ങൾ, ആൻസറുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം നന്നായിട്ട്. അപ്പോൾ ഇത് വായിച്ച് പഠിക്കണം. ശരി, അപ്പോൾ ആ കുട്ടിക്കാലത്ത് അലവി എന്ന് പറയുന്ന കൂട്ടുകാരൻ ഭക്ഷണം കൊടുത്തിരുന്ന ആ വ്യക്തിയാണ് പിന്നീട് അറിയപ്പെട്ട പ്രശസ്തനായ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആയിത്തീർന്നത്. നോക്കൂ, ഇതിൻ്റെ താഴെ നഖ്റഉ വനഫമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അൽ മശാഇറുൽ ആതുഫിയത്തുല്ലത്തി ഷഅറ ബിഹ അലവി ഹീനമാ ദറബഹു വാലിദുഹു. ഇനി നമ്മൾ പഠിച്ച പാഠത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് പറയുന്നത്. അതായത് അലവിയുടെ പിതാവ് അലവിയെ അടിച്ചപ്പോൾ അലവിക്കുണ്ടായ വൈകാരികമായ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? താഴത്തെ എഴുതിയിട്ടുണ്ട്. അൽ മശായിറുൽ ആറ്റിഫിയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇമോഷണൽ ഫീലിംഗ് എന്നാണ്. വൈകാരികമായ ചിന്തകൾ, മനസ്സിലപ്പോൾ കടന്നു വന്ന കാര്യങ്ങൾ. അല്ലത്തി ഷാറബിഹ അലവി, അലവിക്കപ്പം അനുഭവപ്പെട്ടു എപ്പോൾ? ഹീനമാൽ ദറബഹു വാലിദുഹു, അവൻ്റെ ഉപ്പ അവനെ അടിച്ചപ്പോൾ. യുഫക്കിറു അലവി, ആ സമയത്ത് അലവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. കണ്ടോ, താഴെ ഓരോ കാര്യങ്ങളായി കൊടുത്തത്. എന്താ അവൻ്റെ മനസ്സിലേക്ക് അപ്പം കടന്നു വന്നത്? ഹൽ അഹ്ത്വതു ഹീനമ അഹദുൽ മൗസ ബി ഗൈരി ഇദ്നി വാലിദി. എന്താണ് അർത്ഥം? എൻ്റെ പിതാവിൻ്റെ സമ്മതമില്ലാതെ ഞാൻ പഴമെടുത്തത് തെറ്റായിപ്പോയോ? ഹൽ അഹ്തൗതു,
ഞാൻ തെറ്റ് ചെയ്തോ? ഹീനമ അഹദത്തുൽ മൗസ, ഞാൻ പഴം എടുത്തപ്പോൾ ബിഗൈരി ഇദ്നി വാലിദി, എൻ്റെ പിതാവിൻ്റെ സമ്മതമില്ലാതെ. ഇതവൻ്റെ മനസ്സിലപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഹൽ അൻതഹിക്കു ഗൈറുള്ള ജമീലി, എൻ്റെ കൂട്ടുകാരൻ്റെ ജമീലിൻ്റെ അഭിമാനം ഞാൻ നഷ്ടപ്പെടുത്തുമോ? അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമോ? എപ്പോൾ ഇൻ അൽഹർത്തു ഇസ്മഹു, അവൻ്റെ പേര് ഞാൻ പറയുകയാണെങ്കിൽ. അല്ലെ, അടിങ്ങനെ കിട്ടുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് തോന്നിയതാണ്. അവൻ്റെ പേരങ്ങ് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനത്തിനത് കോട്ടമായി തീരുമോ? പിന്നെന്താ അവൻ ചിന്തിച്ചത്? ഹൽ യക്കൂനു സുംതി, എൻ്റെ മൗനം, സുംത് മൗനം, എൻ്റെ ഈ മൗനമായി തീരുമോ? ഉഖൂഖ വാലിദി, എൻ്റെ പിതാവിനോടുള്ള തെറ്റ് ചെയ്യലായി മാറുമോ? ഞാനിപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നാൽ അതെൻ്റെ പിതാവിനോട് എതിര് പ്രവർത്തിക്കലാവുമോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇതാണ് അൽ മഷായിറുൽ ആറ്റിഫിയ, ഇമോഷണൽ ഫീലിംഗ്. എന്നാൽ ഇതേപോലെ തന്നെ ആ സമയത്ത് ഇവനെ തല്ലുന്നത് അപ്പുറത്ത് നിന്നിട്ട് ഗോവിന്ദൻ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാരും കടന്നു വരിക, അത് എഴുതാനാണ് ഇനി നമ്മളോട് ആവശ്യപ്പെടുന്നത്. നോക്കൂ, അടുത്ത പേജിൽ നുനാഖിഷു, ചർച്ച ചെയ്യുക. വനക്തുബു അൽ മഷായിർ അൽ ആറ്റിഫിയ ഫി ദിഹിനി ഗോവിന്ദൻ നഫ്സൽ വക്തി, ആ സമയത്ത്, നഫ്സുൽ വക്തി എന്ന അതേ സമയത്ത്, ആ സമയത്ത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വൈകാരികമായ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഇതുപോലെ നമുക്ക് എഴുതാലോ. ഒരു ചിന്ത പറയൂ. ഗോവിന്ദൻ ചിന്തിക്കുന്ന ഒരു തഫ്കീർ, ഒരു ചിന്ത പറയൂ. പിതാവിൻ്റെ അടുക്കൽ നിന്ന് അടി കിട്ടാൻ ഞാൻ കാരണമായി തീർന്നോ? അല്ലേ, അവനപ്പോൾ ചിന്തിക്കാം. ഇപ്പം അവൻ്റെ ഉപ്പ അവനങ്ങനെ അടിക്കുകയാണ്, അതിനുള്ള കാരണം ഇപ്പം ഞാനായില്ലേ എന്ന് എന്താണ് ഗോവിന്ദൻ ചിന്തിക്കുകയാണ്. അതെങ്ങനെ അറബിയിൽ എഴുതും? അത് അറബീകരിച്ച് എഴുതിയാൽ മതി. എങ്ങനെ എഴുതും? പറയൂ. ഹൽ ഹൽ അന സബബുൻ ലിളർബി വാലിദി അലവി എന്നെഴുതാം, അല്ലേ? ഹൽ അന, ഞാൻ ആയിത്തീർന്നോ? സബബുൻ, കാരണമായോ? ലിളർബി വാലിദി അലവി, അലവിയുടെ പിതാവിൻ്റെ അടിക്ക്, അല്ലേ? എൻ്റെ കൂട്ടുകാരൻ വെറുതെയാണ് പടി കൊള്ളുന്നത്, ആ അടിക്ക് ഞാൻ കാരണമായി തീർന്നില്ലേ എന്നവൻ ചിന്തിച്ചു. എന്താ പറഞ്ഞ്? ഹൽ അന സബബുൻ ലിളർബി വാലിദി അലവി. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം പറയൂ. അലവിയുടെ പഴം തിന്നപ്പോൾ ഞാൻ കുറ്റക്കാരനായോ? ഞാൻ തെറ്റുകാരനായോ? എങ്ങനെ എഴുതും? ഹൽ അഖ്തഅതു, അല്ലേ? ഖത്അ തെറ്റ് നമുക്കറിയാം. അപ്പോൾ ഹൽ അഖ്തഅതു ഹീന അകൽതു മൗസ അലവി. എങ്ങനെ? ഹൽ അഖ്തഅതു ഹീന അകൽതു മൗസ അലവി. മനസ്സിലായല്ലോ? അലവിയുടെ പഴം ഞാൻ ഭക്ഷിച്ചപ്പോൾ ഞാൻ തെറ്റുകാരനായോ? അല്ലേ, സമ്മതമില്ലാതെയാണ് തിന്നത്, അപ്പോൾ ഞാൻ കുറ്റക്കാരനായോ? വേറൊരു ചിന്ത നമുക്കെന്ത് പറയാം? എൻ്റെ പേര് പറയാതെ അലവി എങ്ങനെയാണ് ക്ഷമിച്ചത്, എങ്ങനെയാണ് സഹിച്ചത്? അതെങ്ങനെ എഴുതും? മാ അസ്ബറ അലവി, അല്ലേ? മാ അസ്ബറ അലവി, അലവി എന്താണ് ക്ഷമിച്ചതെങ്കിൽ എങ്ങനെയാണ് ക്ഷമിച്ചത്? ലി അല്ല യുൽഹിറ ഇസ്മി, എൻ്റെ പേര് വെളിപ്പെടുത്താതെ. മാ അസ്ബറ അലവി ലി അല്ല യുൽഹിറ ഇസ്മി. ഇത് ചില മാതൃകകൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ, അല്ലേ, ഒരു കാരണവുമില്ലാതെ ഇവൻ്റെ കാരണത്താൽ കൂട്ടുകാരൻ അവിടെ അടി കിട്ടുകയാണ്. ആ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് കടന്നു വരിക? ആ വൈകാരികമായ ചിന്തകളാണ് ഇവിടെ എഴുതേണ്ടത്. ഞാനൊരു 3 മാതൃക പറഞ്ഞു എന്നേ ഉള്ളൂ, അത് നിങ്ങൾ സ്വയം ഉണ്ടാക്കി എഴുതുക. ശരി, അടുത്ത പ്രവർത്തനം നോക്കൂ. നുനാഖിഷു അനിൽ അസ്ഹില, നമുക്ക് താഴെ കാണുന്ന ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്യാം. 1. ലിമാദ ലറബ മുഹിയുദ്ദീൻ ഇബ്നഹു, എന്തിനാണ് മുഹിയുദ്ദീൻ തൻ്റെ മകനെ അടിച്ചത്? ലിമാദ, എന്തിനാണ് ലറബ മുഹിയുദ്ദീൻ അടിച്ചത് ഇബ്നഹു, തൻ്റെ മകനെ? എന്തിനടിച്ചത്? അതെ, നമ്മൾ പാഠം വായിച്ചാൽ കിട്ടും. അത് നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതുക. എന്തിനാണ് അടിച്ചത്? പിതാവിൻ്റെ സമ്മതമില്ലാതെ പഴം, അല്ലേ, മറച്ചു വെച്ച് കൊണ്ടുപോയതിനാണ് പിതാവ് അവനെ അടിക്കുന്നത്. പിതാവിനോട് ഇതിന് സമ്മതം വാങ്ങിയിട്ടില്ല, പിതാവിൻ്റെ സമ്മതമില്ലാതെ അവൻ പഴം ഒളിപ്പിച്ചു കൊണ്ടുപോയി എന്ന കാരണത്തിനാണ് ഉപ്പാവനെ അടിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ഉണ്ടാക്കിയത്, ചെറിയ ആൻസറേ ഉള്ളൂ. 2. ലിമാദ സ്വബറ അലവി,
എന്തിനാണ് അലവി ക്ഷമിച്ചത്? പാഠത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞല്ലോ അലവി ക്ഷമിച്ചു, അതുപോലെ അവൻ സഹിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് അവൻ ക്ഷമിച്ചതും സഹിച്ചതൊക്കെ? പാഠത്തിൻ്റെ ആ ലാസ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ, അവിടെ നിങ്ങൾ കണ്ടെത്തിയത് തൻ്റെ കൂട്ടുകാരനായ ഗോവിന്ദൻ്റെ അഭിമാനം സംരക്ഷിക്കാനാണ്. അതൊക്കെ എഴുതാം. വസാലിസ്, മൂന്നാമത്തെ ചോദ്യം, മാ റഅയുക അൻ അമലി അലവി, അലവിയുടെ പ്രവർത്തനത്തെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? അലവി ഇപ്പോൾ അവൻ്റെ അലവിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിൻ്റെ റഅയ് എന്താണ്, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ അലവി ചെയ്തത് ശരിയാണോ? ശരിയല്ലേ? വാസ്തവത്തിൽ അവൻ ചെയ്തത് നല്ല പ്രവർത്തനമാണ് അല്ലേ. തൻ്റെ കൂട്ടുകാരൻ, പാവപ്പെട്ട തൻ്റെ കൂട്ടുകാരൻ അവന് ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ അവനൊരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയാണ് അവൻ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഈ പഴം അവന് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പം അത് നല്ല കാര്യമാണ്. ഇനി വേറൊരു ചോദ്യം, മാ റഅയുക അൻ അബീഹി, എന്നാൽ അവൻ്റെ ഉപ്പയെ പറ്റിയുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? ഉപ്പ അവനെ അടിക്കുകയാണ് അല്ലേ, ധാരാളം ഒരുപാട് അടിക്കുകയാണ്. ഇതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? ഇവിടെയും വാസ്തവത്തിൽ പിതാവ് ഇതിൻ്റെ വസ്തുത കാര്യം അറിയുകയാണെങ്കിൽ പിതാവ് അവനെങ്ങനെ അടിക്കുകയില്ല അല്ലേ. പാവപ്പെട്ട ഒരു കൂട്ടുകാരനെ സഹായിക്കാനാണ് എന്നറിയാതെയാണ് പിതാവ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്നും അത്ര പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നുമല്ല. ഇത് നമ്മളൊന്ന് ചർച്ച നടത്താനാണ്. അതുപോലെ അവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പാഠത്തിൽ നിന്നൊന്ന് ഒരു ചർച്ച ചെയ്യുക. ശരി, അടുത്ത പ്രവർത്തനം നോക്കൂ. നക്തുബു ഷമാഇലൽ മുംതാസത്തല്ലത്തി നറാഹ ഫി ഷഖ്സിയ്യത്തി അലവി. അതെ, അലവിയുടെ വ്യക്തിത്വത്തിൽ, വ്യക്തിത്വം, അലവിയുടെ വ്യക്തിത്വത്തിൽ നാം കണ്ട പ്രത്യേകമായ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ആ ഷമാഇൽ മുംതാസ എന്നാൽ പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങൾ. അലവിയിൽ നമ്മളിപ്പോൾ കണ്ട പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പറയാം. എന്തൊക്കെയാണ്? ഒന്ന്, ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധം അല്ലേ. എന്തെന്നെ വന്നപ്പോഴും അവൻ എന്തായില്ല, പിതാവിൽ നിന്ന് അടി കിട്ടിയിട്ടും അവൻ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞില്ല. അതാണ് യഥാർത്ഥമായ സുഹൃത്ത് ബന്ധം. അപ്പോൾ അതവൻ്റെ ഒരു സ്വഭാവ വിശേഷണമാണ്, ഗുണമാണ്. എങ്ങനെ എഴുതാം? ഇഖ്ലാസു അലവി, അലവിയുടെ ഇഖ്ലാസു ഫി സ്വദാഖത്തി, ഫ്രണ്ട്ഷിപ്പിൽ അല്ലേ. ഫ്രണ്ട്ഷിപ്പിൽ അലവിയുടെ ആത്മാർത്ഥത. ഇത് അവൻ്റെ ഒരു ഷമായിൽ മുംതാസയാണ്. ഇഖ്ലാസു അലവി ഫി സ്വദാഖ. വേറൊന്ന് ധർമ്മം ചെയ്യുക, അതുപോലെ ഗുണം ചെയ്യുക അല്ലേ. അൽ ജവാദു വൽ ഇഹ്സാനു എന്നൊക്കെ എഴുതാം. അൽ ജവാദു വൽ ഇഹ്സാനു അല്ലേ. പാവപ്പെട്ട കൂട്ടുകാരന് ധർമ്മം ചെയ്തു, ദാനം ചെയ്തു, ഇത് അവൻ്റെ ഒരു ഗുണമാണ്. വേറൊന്ന്, മൂന്നാമത്തെ കാര്യം, അസ്വബറു അല്ലേ, അവൻ ക്ഷമിച്ചു. അവൻ എന്തായിട്ടും കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞില്ല. അപ്പോൾ അസ്വബറു വസ്സിബാത്തു, ഉറച്ചു നിന്നു, അതവൻ്റെ ഒരു പ്രത്യേകതയാണ്. അസ്വബറു വസ്സിബാത്തു, അല്ലെങ്കിൽ പാർത്ത് പറഞ്ഞില്ല അസ്വബറു, അങ്ങനെ തന്നെ എഴുതിയാൽ മതി, അസ്വബറു വസ്സിബാത്തു. പിന്നെന്താണ് അവൻ്റെ ഗുണം? അർ-റഅഫത്തു വർ-റഹ്മത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ അല്ലേ. പാവപ്പെട്ടവരോട്, ഫക്കീർ മിസ്കീന്മാരോട് അവൻ കാണിച്ച കാരുണ്യം. അർ-റഅഫത്തു വർ-റഹ്മത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ. വേറൊരു കാര്യം നമുക്കതിന് വ്യക്തമായി മനസ്സിലാക്കിയ എന്താണ്? അവൻ സുഹൃത്ത് ബന്ധം സംരക്ഷിച്ചു, മതത്തിൻ്റെ വിവേചനം കൂടാതെ അല്ലേ. ശരിക്കും ഗോവിന്ദൻ ഒരു അന്യമതസ്ഥനാണ്, മറ്റൊരു സമുദായത്തിൽപ്പെട്ടവനാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അവൻ അവിടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള കാര്യമാണ് അവൻ പരിഗണിച്ചത്. ഇത് അവൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. എങ്ങനെ പറയും അറബിയിൽ? മുഹാഫലത്തു സ്വദാഖത്തി ബിദൂനി തഫ്രീഖത്തിൽ അദിയാൻ. തഫ്രീഖത്ത് എന്നാൽ വിട്ടുപിരിക്കുക, വിവേചനം. ദീനിൻ്റെ ജമ്മ, അദിയാന് മതങ്ങൾ. അപ്പോൾ മുഹാഫലത്തു സ്വദാഖത്തി ബിദൂനി തഫ്രീഖത്തിൽ അദിയാൻ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ വിവേചനം കൂടാതെ അവൻ എന്ത് ചെയ്തു? സുഹൃത്ത് ബന്ധം സംരക്ഷിച്ചു. ഈ പറഞ്ഞതെല്ലാം അലവിയുടെ സ്വഭാവ ഗുണങ്ങളാണ്. ഇത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. മുകളിൽ വായിച്ച 53-ാമത്തെ പേജിൽ വായിച്ച നുനാഖിഷു വ നക്തുബുൽ മസായിർ അൽ ആത്തിഫിയ ഫി ദിഹിനി ഗോവിന്ദൻ നഫ്സൽ വക്ത്. ആ സമയത്ത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെ കടന്നു വന്ന വൈകാരികമായ ചിന്തകൾ അത് ഞാൻ പറഞ്ഞു.
അത് എഴുതണം. അതുപോലെ നക്തുബു ഷമായിൽ അൽ മുംതാസത്തല്ലത്തി നറാഹഫി ഷഖ്സിയത്തി അലവിയുടെ വ്യക്തിത്വത്തിൽ നാം കണ്ട പ്രധാനപ്പെട്ട പ്രത്യേകമായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ശരി, ഇതിൻ്റെ ബാക്കി പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.